ഇന്നത്തെ ഉച്ചയൂണിന് ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇവിടെ ഹിന്ദിക്കാരുണ്ടാക്കുന്ന ഒരു കറിയാണേ. നമ്മുടെ വഴുതനങ്ങ, ഈ വഴുതനങ്ങയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയെ കൂടെ ചുട്ടിട്ട് ഒരു കറി അവരുണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിനകത്ത് ജീരകവും വെളുത്തുള്ളിയെ കൂടെ ചേർത്ത് സൂപ്പറാണ് കേട്ടോ. 1-2 വട്ടം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇന്ന് ആ കറി വെക്കാനേ. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ. ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാമേ. ആദ്യമേ നമുക്കിങ്ങനെ വഴുതനങ്ങ ചുട്ട് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് തക്കാളി ചുട്ടെടുക്കണേ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിലൊക്കെ ഇട്ട് ചൂടാം. ഇനി നമുക്ക് തക്കാളി ചുട്ടെടുക്കാമേ. ചുട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെയും തക്കാളിയുടെയും ചൂടൊന്നും മാറുമ്പോഴത്തേന് അതിന് മുകളിലുള്ള തൊലികളൊക്കെ അങ്ങ് നീക്കം ചെയ്യാമേ. അതിനുശേഷം രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കി എടുക്കണേ. ഈ ഉടച്ച് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ജീരകവും കടുകും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാമേ. രണ്ടും കൂടി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. മുളക് പൊടിയുടെ പച്ചപ്പൊന്ന് മാറി വരുമ്പോഴത്തേന് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങയും തക്കാളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാമേ. ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കറിയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.